അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അച്ചാർ എങ്ങനെ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാം എന്നെല്ലാം പറഞ്ഞും കുറേ റെസിപ്പീസും ഒക്കെ ആയിട്ട് നമ്മൾ ഓരോരോ ആഴ്ചയിൽ പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ ഇട്ടുകൊണ്ടിരിപ്പുണ്ട്. ഒത്തിരി പേരൊക്കെ ക്ലാസ്സിനൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ട് നിങ്ങൾ ആരും ചെയ്യാത്ത വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളാണ് നമ്മൾ മിക്കവാറും തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവർക്കും നാരങ്ങ മാങ്ങയൊക്കെ മാത്രമല്ല അറിയാവുള്ളൂ. ഇത് നമ്മൾ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളെല്ലാം നമ്മൾ എല്ലാവർക്കും തന്നെ പറഞ്ഞ് റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒത്തിരി പേര് ക്ലാസ്സിന് കൂടി, ഒരുപാട് പേര് യൂണിറ്റുകളൊക്കെ തുടങ്ങി. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സൈസ് അച്ചാർ നിങ്ങൾ ആരും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഏത്തപ്പഴവും ചെറുനാരങ്ങയും വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി സ്വീറ്റി പിക്കിള്. അതിന് ചെറിയ മധുരമുണ്ട്, പക്ഷെ നല്ല അടിപൊളിയാട്ടോ. ബിരിയാണിക്ക് ചോറിനും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു അച്ചാറാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വീട്ടമ്മമാരും വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതിരിപ്പുണ്ട്. പക്ഷെ അവർക്കെല്ലാവർക്കും കൃത്യമായിട്ടൊരാശയം, എന്തെങ്കിലും ഒരു പണി വേണം, 10 പൈസ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം. എന്ത് തൊഴിൽ ചെയ്യണം, പൈസ എവിടെന്നെങ്കിലും സബ്സിഡി ആയിട്ടാണെങ്കിൽ ബാങ്കുകാരൊക്കെ ഇഷ്ടംപോലെ ലോണ് കുടുംബശ്രീകൾക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ തൊഴിലുകൾ അവർക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പം നിങ്ങൾ വീട്ടമ്മമാരൊന്നും ആലോചിക്കേണ്ട. വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ അച്ചാർ ബിസിനസ് തന്നെയാണ്. അത് പുറത്ത് കടയൊന്നും എടുത്തൊന്നും ചെയ്യേണ്ട. നമ്മുടെ സ്വന്തം അടുക്കളയിൽ നിന്ന് നമുക്ക് നല്ലൊരു ബിസിനസ് സൂപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങോട്ടും നോക്കണ്ട. അച്ചാർ ബിസിനസ് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് കൈപ്പാങ്ങ് പോലെ എല്ലാം ചിലപ്പോൾ ഒത്തൊന്നും വരില്ല. അച്ചാർ ബിസിനസ്സാണ് ലോകത്തിൽ ഞാൻ നോക്കിയിട്ട് ഞാൻ നീണ്ട 29 വർഷമായി ഇപ്പം ഈ അച്ചാർ ബിസിനസ് തന്നെ ചെയ്യുന്നു. എന്തുകൊണ്ടും സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ബിസിനസ് അച്ചാർ ബിസിനസ്സാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിലും നമ്മുടെ വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് കാണുക. വീഡിയോസ് എല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് 5-6 വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു ബിസിനസ് എങ്ങനെയാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് നല്ല ഐഡിയ കിട്ടും. അതും പോരായെങ്കിൽ നമ്മുടെ തുടർന്നുള്ള ഓൺലൈൻ ക്ലാസ്സുകൾക്ക് എതിരെത്തേലും നമ്മുടെ കൂടെ കൂടിയാൽ മതി. എല്ലാ വീഡിയോസിലും തന്നെ നമ്മൾ ഫോൺ നമ്പർ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നാരങ്ങയും നെല്ലിക്കയും മാങ്ങയൊക്കെ എടുക്കാൻ അറിയാവുന്ന ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു ഐറ്റം. എല്ലാവരും ചോദിക്കുന്ന വെറൈറ്റി അച്ചാർ ഏതാ ചേച്ചി, വെറൈറ്റിയുള്ള അങ്ങനെ മേടിക്കാനാട്ടോ ഞങ്ങളുടെ കടയിലുമൊക്കെ നല്ല തിരക്ക്. അപ്പോൾ നമുക്കിന്ന് ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടോ. നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു അച്ചാറാണ്. ഏത്തപ്പഴവും ചെറുനാരങ്ങയും കൂടി മിക്സ് ചെയ്ത് സ്വീറ്റി പിക്കിള്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ നാരങ്ങ നമുക്ക് ശരിക്കും പുഴുങ്ങിയെടുക്കണം. അതിന് മുമ്പ് ഏത്തപ്പഴം എങ്ങനെയാണ് കണ്ടിക്കുന്നതെന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് നാരങ്ങ വെള്ളമൊക്കെ തിളച്ച് കിടക്കുവാണെങ്കിൽ അവിടെ കൊണ്ട് നമുക്ക് നാരങ്ങ എങ്ങനെയാണ് പുഴുങ്ങണമെന്നൊക്കെ കാണിച്ചു തരാം. വീഡിയോ എടുത്തിട്ടാണെങ്കിൽ ബാക്കിയുള്ള ഓടി കണ്ടിച്ച് വേഗം അച്ചാറുണ്ടാക്കുക. അതുകൊണ്ടാണ് ഒരെണ്ണം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് നടുവേ കീറിയിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഒരുപാട് മുഴുത്ത കഷ്ണമാവണ്ട, ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ ഒരെണ്ണം അരിഞ്ഞു വെച്ച് ബാക്കിയുള്ളത് എല്ലാവരെയും കൂടെ കൂട്ടി വേഗം അരിഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ വീഡിയോ കാണിച്ചു തന്നിട്ടാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇത് നാരങ്ങ ഇതുണ്ടോ, കമ്പ നാരങ്ങ ഒന്നല്ല, നല്ല അടിപൊളി നാരങ്ങയാണ്. ഇത് നമുക്കെല്ലാം പഴവുമാണ്, പച്ചയൊന്നുമില്ല കേട്ടോ. പച്ച എടുത്തു കഴിഞ്ഞാൽ കഴിക്കും, ഇതൊരു കാരണവശാലും കഴിക്കില്ല. ഇത് നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് ഉരുളിക്കകത്ത് പഞ്ചസാരയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നല്ല പുഴുങ്ങി എടുത്തുകൊണ്ടുവരാം. എന്നിട്ട് അരിഞ്ഞെടുക്കാവേ. അപ്പം നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് 15 കിലോ നല്ല അടിപൊളി നാരങ്ങയും 10 കിലോ ഏത്തപ്പഴമാട്ടോ എടുത്തിട്ടുള്ളത്. 15-10 അത് തന്നെ നല്ലൊരു ഞങ്ങളുടെ ഉരുളിക്ക് പാകാവുന്ന ആ ഒരു അളവാട്ടോ. നമ്മൾ 15-10 നമുക്കതെങ്ങനെയാണ് ഇനി അച്ചാറിടുന്നതെന്ന് കണ്ടു നോക്കാവേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 15 കിലോ നാരങ്ങയും 10 കിലോ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് മധുരമൊക്കെയുള്ള ഇതുണ്ടോ, ശർക്കരയൊക്കെ എടുത്ത് വെച്ചേക്കുന്നു. നല്ല അടിപൊളി മധുരമുള്ള നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഭയങ്കര ടേസ്റ്റുള്ള അച്ചാറാട്ടോ. വെറൈറ്റി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവകളെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ചേരുവ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ നാരങ്ങാച്ചാറിനൊക്കെ ഞങ്ങൾ സൺഫ്ലവർ ആട്ടോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 1 കിലോ സൺഫ്ലവർ ഓയിൽ, ഒരു 200 ഗ്രാം കടുക്, 1/2 കിലോ പച്ചമുളക് ശരിക്കും അരിഞ്ഞെടുത്തുകൊണ്ട് ഒന്ന് വെച്ചേക്കുന്ന കേട്ടോ. കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് ഊരിയിട്ടു. കറിവേപ്പില എത്ര അധികമാണെങ്കിലും കുഴപ്പമില്ല. ഒരു 350 ഗ്രാം ഇഞ്ചി വേണം കേട്ടോ. 1/2 കിലോ വെളുത്തുള്ളി നന്നായിട്ട് പൊളിച്ച് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണേ. ഒരു 100 ഗ്രാം കായപ്പൊടി, ഒരു 1 കിലോയിൽ മിച്ചം ഉപ്പ് വേണം. 1-1.25 കിലോ എങ്കിലും വേണം. നമുക്ക് 1 കിലോ ഉപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പാകത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ടോ കേട്ടോ. ഒരു 1.5 കിലോ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് 2 കിലോയും വേണ്ടതാണ്. നമ്മൾ ഏത്തപ്പഴം എല്ലാം കൂടെ
കുഴഞ്ഞുകൂടും. അപ്പം നല്ല കളറൊക്കെ കിട്ടുന്ന നല്ല പൊടിയാണ്. അതുകൊണ്ട് നമ്മൾ 1.5 കിലോ മാത്രമാണ് എടുത്തിട്ടുള്ളത്. 50 ഗ്രാം കായപ്പൊടി, ഒരു 2.5 ലിറ്റർ വിനാഗിരി കേട്ടോ. ഒരു 2.5 ലിറ്ററിന് മാത്രം തിളപ്പിച്ച വെള്ളവും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ ശർക്കരയാണ് നമുക്കൊന്നും ചെയ്യാതെ, ബാക്കിയെല്ലാം നമ്മൾ ശരിക്കും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാം അരിഞ്ഞ് പെറുക്കിയൊക്കെ എടുത്തു വെച്ചു. ഇതിന് നമുക്കൊരു 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഈ ശർക്കര ഉരുക്കിയിട്ട് നമുക്ക് അരിച്ചെടുക്കണം. അതിനകത്ത് മണലും സാധനങ്ങളൊക്കെ കാണാൻ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉരുക്കി അരിച്ചെടുക്കാവേ. നാരങ്ങ പുഴുങ്ങാനായിട്ട് നമ്മൾ വെള്ളം അടപ്പ് വെച്ച് ഇതുണ്ട്, നല്ലോണം വെള്ളം തിളയ്ക്കുവാണേ. നമ്മൾ തീ കത്തിച്ചിട്ടൊക്കെ ആട്ടോ ഉണ്ടാക്കുന്ന, വിറകിനടുപ്പിനകത്താണ്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞളിട്ട് കൊടുക്കാം. ഒരു 10-200 ഗ്രാം പഞ്ചസാര ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ നാരങ്ങ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം മഞ്ഞൾ എടുത്തിട്ടു, പഞ്ചസാരയാണെന്ന് പറഞ്ഞ് ആദ്യം എടുത്ത് ഉപ്പിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം ഇതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പ് ഇട്ടു, ഇനി പഞ്ചസാര ഇടാവേ. പഞ്ചസാരയാണെന്ന് പറഞ്ഞ് ഉപ്പ് എടുത്ത് ആദ്യം ഇട്ടു. അപ്പോൾ ഓക്കെ, ഇത് 3 കൂട്ടം കൂട്ടിയിട്ടു. നല്ലോണം വെള്ളം തിളയ്ക്കുകയാണ്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന നാരങ്ങ എടുത്ത് അതിനകത്തേക്ക് ഇടാവേ. നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കുന്ന നാരങ്ങയാണ്. നല്ലോണം വെള്ളമുണ്ട്. ഇപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഇപ്പം തന്നെ നല്ലോണം തിളയ്ക്കും. പൊട്ടണ്ട, നല്ലോണം വേവിക്കണം കേട്ടോ. വെന്തിട്ട് വേണം. ഇതെല്ലാം കുഴഞ്ഞിരിക്കുന്ന ഒരു സൈസ് അച്ചാറാണ്. ഇപ്പോൾ നല്ലോണം വേവട്ടെ ഇടുന്ന്. നാരങ്ങയെല്ലാം നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം പോലും പൊട്ടിപ്പോയിട്ടില്ല. ഇതുണ്ടോ, കുഞ്ഞൊരു പൊട്ടലൊക്കെ വീണു, എങ്കിൽ പോലും കുഴപ്പമില്ല. ഇതുണ്ടോ, ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ലോണം വെന്തോ നോക്കി എടുക്കണേ. ഇതുണ്ടോ, നല്ലോണം വെന്തു. ഇനി അത് നമുക്ക് കോരി മാറ്റിയെടുത്തിട്ട് നമുക്ക് പച്ചവെള്ളത്തിലേക്ക് നമുക്ക് കോരി ഇടാവേ. നമുക്ക് ഇതുണ്ടോ, നാരങ്ങ കോരി എടുക്കണ വഴി നല്ല പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് തണുക്കും. അന്നേരം നമ്മൾ തേച്ച് കഴിഞ്ഞ് നല്ലോണം എടുത്ത് അരിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പേ വെച്ചു, അച്ചാറുണ്ടാക്കാൻ തുടങ്ങും കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു. എന്നിട്ട് നമുക്ക് ഏത്തപ്പഴം നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് വാട്ടി കോരി എടുക്കണേ. നമ്മൾ ആ എണ്ണയിലേക്ക് നമ്മൾ ഏത്തപ്പഴം ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായിട്ടൊന്ന് വാട്ടി ഒന്ന് കോരി എടുക്കണം. ഇല്ലെങ്കിൽ ഏത്തപ്പഴം അങ്ങനെ വേകാതെ കിടക്കാം. അപ്പോൾ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് കോരി എടുക്കാം. എന്നിട്ട് അച്ചാറിടാൻ തുടങ്ങാതെ. ഏത്തപ്പഴം ശരിക്കും എണ്ണയ്ക്കകത്ത് ഇങ്ങനെ വഴറ്റി നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് അച്ചാർ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഏത്തപ്പഴം ഏകദേശം നല്ലോണം കളറ് മാറി തുടങ്ങി, നന്നായിട്ട് വെന്ത് തുടങ്ങി. ഏത്തപ്പഴം ശരിക്കും വെന്തു കേട്ടോ. നമുക്കിനി അത് കോരി എടുക്കാം. പാത്രം എടുത്ത് ശരിക്കും വെന്തു. അത് നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏത്തപ്പഴം നമ്മൾ ശരിക്കും എണ്ണയ്ക്കകത്ത് നല്ല ഒന്ന് വാട്ടി നന്നായിട്ട് എടുത്തു വെച്ചു. അതിന് ശേഷം ബാക്കിയുള്ളത് എണ്ണ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു. അതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാതെ. ചട്ടി കഴുകാനൊന്നും പോകണ്ട കേട്ടോ. അച്ചാറിടുന്നതല്ലേ, അതുകൊണ്ട് കഴുകൊന്നും വേണ്ട. അതിനകത്തേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് പച്ചമുളക്, ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും നമുക്ക് ഒന്നിച്ചിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ആദ്യം പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, കറിവേപ്പില ആവശ്യത്തിന് വഴറ്റിയിട്ടുണ്ട്. കറിവേപ്പില നിങ്ങളും കൂടുതൽ ഇട്ടോട്ടോ, കറിവേപ്പില ഒത്തിരി നല്ലതാണ്. വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ്. ഇല്ലെങ്കിൽ ഒത്തിരി വെളുത്തുള്ളി കൂട്ടിയാൽ ഒരുപാട് നല്ലതാണ് കേട്ടോ. വെളുത്തുള്ളി അര കൂട്ടുന്നത് അച്ചാറുകൾക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ അരക്കിലേക്ക് മാത്രം എടുത്തിട്ടുണ്ട്. മസാലകളെല്ലാം നന്നായിട്ട്, മസാലയല്ല, കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നന്നായിട്ട് കിലുകിലുന്നായി. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാവേ. എല്ലാം കൂടെ തമ്മിൽ ചെരുമ്പിന് നന്നായിട്ട് ബ്രൗൺ കളറാക്കുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. ശരിക്കും ഈ നാരങ്ങാച്ചാർ ഇച്ചിരി കറുപ്പ് കളറിലുള്ള നാരങ്ങാച്ചാറാണേ, ലൈറ്റ് ബ്രൗണ്. നമ്മൾ പച്ചചുവ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി. ഇനി അതിനകത്തേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിച്ചു. അപ്പോഴത്തേക്ക് 1 കിലോ ഉപ്പുണ്ട് കേട്ടോ. 1 കിലോയിൽ മൊത്തം ഇട്ടേക്കാം. അടുത്തായിട്ട് കായപ്പൊടി, ഉലുവാപ്പൊടി ഇട്ടു.
കുറച്ചൊരു മാത്രം മഞ്ഞൾപ്പൊടി വേണമായിരുന്നു കേട്ടോ, അധികം പറയാൻ മറന്നു പോയാണേ. അപ്പോൾ ഇതുണ്ടോ ശർക്കരയൊക്കെ കൂടെ ഉരുക്കി എടുത്ത് അങ്ങ് ഒഴിച്ചപ്പോൾ എന്നാ നല്ല ഇതുണ്ടോ, അടിപൊളി ടേസ്റ്റുള്ള ഇതുണ്ടോ. ഇതിനകത്തേക്ക് ഇനി ഏത്തപ്പഴം നാരങ്ങയൊക്കെ കൂടെ ഒരു എന്താ സ്റ്റൈൽ എന്നറിയാം, അടിപൊളി ടേസ്റ്റാണ്. എല്ലാം ഇത് തികച്ചും നല്ല വെറൈറ്റിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പൊക്കെ ഇട്ട്, ഉപ്പ് പോരാത്തുണ്ടെങ്കിൽ ബാക്കി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. വേണ്ട നല്ല അടിപൊളി അച്ചാറാണ്. ഇനി നാരങ്ങയും കൂടി നമുക്ക് ഇടാവേ. മൊത്തമുണ്ട്, നമ്മൾ നാരങ്ങ ഇട്ട് കൊടുത്തു. ഇതെല്ലാം വടിച്ചിടണം കേട്ടോ. അച്ചാറുണ്ടാക്കി വിൽക്കുന്നവരൊക്കെ ഇത് നല്ല നല്ല സെറ്റപ്പ് ഐഡിയ കേട്ടോ, നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഇട്ട് വിൽക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ ഏത്തപ്പഴം കരുനാരങ്ങയും സ്വീറ്റ് പിക്കിൾ ഉണ്ടാക്കാനുള്ള ശർക്കര എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്തു. ഇതുണ്ടോ അച്ചാർ കിടക്കണം, കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതുണ്ടോ ഇതിപ്പോൾ കുറുകിയിട്ടൊന്നുമില്ല, എല്ലാം ചേർത്ത് വെച്ചോളൂ. ഇനി തീ കത്തി നല്ല കുറച്ച് നേരം കിടന്ന് നല്ല ഇതിന് കുറുകി എല്ലാം കൂടെ പറ്റി നല്ല അസലായിട്ട് കുറുകി കൂടും. അന്നേരമാണ് അച്ചാർ നല്ലത്. ഇപ്പം എല്ലാം ചേർത്ത് കാണിച്ചതേ ഉള്ളൂ. ചേർത്ത് കാണിക്കുന്നുണ്ടോ തവിയും കൊണ്ട് മാടി മാടി എല്ലാം ശരിയാക്കി വയ്ക്കണം. എല്ലാം വൃത്തിയായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അതവിടെ കിടന്ന് നല്ലോണം തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ അച്ചാറിന് ഉപ്പ് എടുത്തിട്ട് നോക്കിയപ്പം ഉപ്പ് വെച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 കിലോ ഉപ്പെങ്കിലും ഇതിന് വേണമേ. അപ്പോൾ 1/2 കിലോയുടെ ഉപ്പ് ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കോരിയെടുക്കാം. അച്ചാർ കിടക്കണ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഇഷ്ടം തോന്നില്ലേ? നല്ല അടിപൊളി അച്ചാറാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇളക്കുമ്പോൾ ചാറ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ചാറും വെള്ളമൊക്കെ കൂടി ഒഴിച്ച്, ഓൾറെഡി നമ്മൾ കുറുക്കി പറ്റിച്ചെടുക്കുന്ന സാധനം ആയതുകൊണ്ട് നിങ്ങളുടെ മട്ടത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കേട്ടോ. എന്നിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഇത്രയെങ്കിലും ലൂസായിട്ട് കിട്ടണമെങ്കിൽ അത് നമുക്കതുകൊണ്ട് കാര്യമുള്ളേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏത്തപ്പഴവും ചെറുനാരങ്ങ ആയിട്ടുള്ള സ്വീറ്റ് പിക്കിൾ റെഡിയായി. നല്ല മധുരമുണ്ട്, പുളി എല്ലാം കൂട്ടുണ്ട് കേട്ടോ. അത് നമുക്കിപ്പോൾ ചെരുവത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഏത്തപ്പഴവും ചെറുനാരങ്ങയും കൂടി ഇട്ട് അച്ചാറുകൾ നമ്മൾ അത് ഉരുളിക്കകത്ത് നിന്ന് കുറേശ്ശെ കോരി കൊണ്ടുവന്ന് നമ്മൾ ഈ ഡ്രമ്മിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യണം കേട്ടോ. ഇത് ആറിച്ചതിന് ശേഷം മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അച്ചാറുകൾ നമ്മൾ കൂടുതലായിട്ടുള്ള അളവിൽ ഉണ്ടാക്കിയാൽ അത് കേടുകൂടാതെ നമുക്ക് ഇതുപോലെയുള്ള ഡ്രമ്മുകളിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടോ, ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് മേടിക്കണം. ഇത് നിറച്ച് നമ്മൾ ഉണ്ടാക്കിയിടാനുള്ളതാണ്. അപ്പോൾ ഇന്ന് ഒരു ഉരുളി ഉണ്ടാക്കി വീഡിയോ ഒക്കെ പിടിച്ചു, അതൊക്കെ നിങ്ങളെ കാണിച്ചു തന്നു. പിന്നെ കുറേയും കൂടി നാളത്തെയൊക്കെ കൊണ്ടായിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സാധനം എടുത്തു, അതിനകത്ത് നന്നായിട്ടൊന്ന് കെട്ടണം. എന്നിട്ട് ഇതുപോലത്തെ ഒരു അടപ്പ് ശരിക്കും അടച്ചിട്ട് ഒരു തുണി എന്തെങ്കിലും ഇതുണ്ടോ 2 കെട്ടിയാണ് നമുക്ക് എപ്പോഴും വെക്കേണ്ടത്. നല്ല വൃത്തിയുള്ള തുണി എടുത്തിട്ട് മൂടി നന്നായിട്ട് ഇതിങ്ങനെ നന്നായിട്ട് 2 അടുക്ക് കെട്ടി വേണം കേട്ടോ വെക്കാൻ. പിന്നെ എങ്ങനെ കെട്ടി വെച്ചാലും നമ്മൾ പാകമായ അച്ചാറുകൾ എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ്സും കൂടി നമുക്കുണ്ട് കേട്ടോ. എത്രയൊക്കെ നമ്മൾ നന്നായിട്ട് എടുത്തു വെച്ചാലും അതിനകത്ത് പൂക്കും, ചിലപ്പോൾ അത് ചീത്തയായി പോകും. ബൈ ചാൻസിനാണ് നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഇതിനൊക്കെ ഒരുപാട് പൊടിക്കൈകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള 6 റെസിപ്പീസും ബാക്കി അച്ചാറുകൾ കേടുകൂടാതെ എങ്ങനെ നമ്മൾ ഇരിക്കാമെന്ന് പറയുന്ന ഒരു ക്ലാസ് കൂടിയുണ്ട്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ 70 25 885 778 എന്ന നമ്പർ, അതെൻ്റെ നമ്പറാട്ടോ. മോൻ്റെ നമ്പർ ഒരു നമ്പരും കൂടി പറയാം, 9497 445 778. ആ നമ്പറിൽ ഏതെങ്കിലും 2 നമ്പറിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. കൃത്യമായിട്ട് ഓൺലൈൻ ക്ലാസ് നമുക്ക് ഒരു മാസം കൊണ്ട് തീരുന്ന 7 ക്ലാസ്സുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് പറയണമെങ്കിലൊക്കെ ഒരു മാസമൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടും വേണം. ക്ലാസ് എങ്ങനെയാണ് എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനീ പറഞ്ഞ ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എന്തുമാത്രം സാധനങ്ങൾ വില കുറച്ച് നമുക്ക് മാങ്ങയോ, ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെയാണ് വരുന്നത്, എല്ലാ കൂട്ടം നിങ്ങളെ കാണിച്ചു തരാം. മാങ്ങയൊക്കെ എത്ര കിട്ടിയാലും നമുക്ക് നിസ്സാര വിലയ്ക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. പൈസ അതൊക്കെ സ്റ്റോർ ചെയ്താൽ നമുക്ക് മാങ്ങയൊക്കെ ഇല്ലാത്ത സമയത്ത് നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. ആവശ്യമുള്ളവരെല്ലാം വിളിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചു. ഇതിനി എല്ലാം തണുത്തിട്ട് ഞങ്ങൾ ഒഴിച്ച് വെക്കും. പിന്നെ അതൊന്നും കാണിക്കാൻ ഇനി സമയമില്ല. ഇതിനകത്തേക്ക് ഇപ്പോൾ ചൂടനെ അങ്ങനെ ഒഴിക്കത്തില്ല കേട്ടോ, തണുത്തതിന് ശേഷമൊക്കെ ഒഴിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.